12 രാശികൾ ഭേദിക്കുന്ന ആകാശമണ്ഡലം വാഴുന്ന 27 നക്ഷത്രങ്ങൾക്ക് മനുഷ്യനെ സ്വാധീനിക്കാൻ സാധിക്കുന്നത് എങ്ങനെ? അവന്റെ ജീവിതചര്യ, ജാതകം എന്നിവ നിർണ്ണയിക്കപ്പെടുന്നത് എങ്ങനെ? നഗ്നനേത്രങ്ങൾക്ക് ഗോചരമായ ബുധൻ, ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി, പിന്നെ സൂര്യനും ചന്ദ്രനും ചേർന്നു വരുന്ന ദൃഷ്ടിഗോചരമായ സപ്തഗ്രഹങ്ങൾ. ചാന്ദ്രപഥം ക്രാന്തിവൃത്തത്തെ അഥവാ സൗരഭ്രമണപഥത്തെ മുറിക്കുന്ന 2 അദൃശ്യ ബിന്ദുക്കളായ രാഹുവും കേതുവും ചേർന്നാൽ നവഗ്രഹ സങ്കല്പമായി. സൂര്യൻ രാഹുവിലും ചന്ദ്രൻ കേതുവിലും വന്നാൽ ചന്ദ്രഗ്രഹണം ഉണ്ടാവുമെന്നും സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് രാഹുവിലോ കേതുവിലോ വന്നാൽ സൂര്യഗ്രഹണം ഉണ്ടാവുമെന്നും അവർ കണ്ടെത്തി. क्रोधाद्भवति सम्मोहः सम्मोहात् स्मृति विभ्रमः स्मृतिभ्रंशात् बुद्धिनाशो बुद्धिनाशात् प्रणश्यति. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 5 കിലോമീറ്റർ മാറി വടക്കന്തറയിലാണ് പ്രസിദ്ധമായ കൃഷ്ണ ജ്യോതിഷാലയം. പ്രവചനങ്ങളുടെ കൃത്യതയും തലമുറകളുടെ പാണ്ഡിത്യവുമായി പ്രമുഖ ജ്യോതിഷ പണ്ഡിതൻ ജി ഗോപികൃഷ്ണൻ ഇവിടെയുണ്ട്. ഇവിടെ പ്രശ്നങ്ങൾ പരിഹാരമായി മാറുന്നു. പ്രമുഖ പണ്ഡിതനായിരുന്ന ഗോപാലകൃഷ്ണന്റെയും സരസ്വതിയുടെയും മകനായി ജനിച്ച ഗോപികൃഷ്ണ നന്നേ ചെറുപ്പം മുതലേ ജ്യോതിഷത്തിലും ഖഗോളശാസ്ത്രത്തിലും അതീവ തൽപരനായിരുന്നു. സോഫ്റ്റ്വെയർ ഗ്രാഫിക്സ് ബിരുദധാരിയായ ഗോപികൃഷ്ണയ്ക്ക് ഇന്ന് ജ്യോതിഷരംഗത്ത് സുദീർഘമായ 17 വർഷത്തെ പരിചയസമ്പത്തുണ്ട്. GK എന്ന 2 അക്ഷരത്തിനുമപ്പുറം ജ്യോതിഷം, വാസ്തുശാസ്ത്രം, രത്നശാസ്ത്രം എന്നീ വിഷയങ്ങളിലും പകരം വയ്ക്കാനില്ലാത്ത പ്രതിഭയാണ് ജി ഗോപികൃഷ്ണ. ആധുനിക ശാസ്ത്ര നേട്ടങ്ങളുമായി ജ്യോതിഷത്തെ സമന്വയിപ്പിച്ച ഇദ്ദേഹം ഇന്റർനെറ്റിലൂടെ ജ്യോതിഷോപദേശം നൽകുന്നതിൽ മുൻപന്തിയിലാണ്. ശാസ്ത്രലോകത്തെ വ്യത്യസ്ത മാതൃകയ്ക്കുമപ്പുറം ജ്യോതിഷം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം എന്നീ വിഷയങ്ങളിലും അപാര പാണ്ഡിത്യത്തിന് ഉടമ കൂടിയാണ് ഇദ്ദേഹം. www.gkastrology.com എന്ന ജി ഗോപികൃഷ്ണയുടെ വെബ്സൈറ്റ് ആയിരക്കണക്കിന് പേരാണ് ഓരോ ദിവസവും സന്ദർശിക്കുന്നത്. प्रसादे सर्वदुःखानां हानिरस्योपजायते. प्रसादे सर्वदुःखानां हानिरस्योपजायते. प्रसन्नचेतसो ह्याशु बुद्धिः पर्यवतिष्ठते. ദൈവിക കാര്യങ്ങളുടെ ഈ കുലപതിക്ക് ചെന്നൈയിലും പാലക്കാട് വടക്കന്തറയിലും ഓഫീസുകളുണ്ട്. പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി നാനാജാതി മതസ്ഥരായ 10,000-കണക്കിന് ജനങ്ങളാണ് നിത്യേന ഇവിടെ എത്തുന്നത്. കാരണം ഇവിടെ പ്രശ്നങ്ങൾ പരിഹാരമായി മാറുന്നു. രത്നങ്ങൾ ചിരപുരാതന കാലം മുതൽ തന്നെ മനുഷ്യന്റെ സന്തത സഹചാരികളായിരുന്നു. ചക്രവർത്തിമാരുടെ അന്തഃപുരങ്ങളിലും വാൾപ്പിടികളിലും നിറഞ്ഞു നിന്നിരുന്ന ആ രത്നങ്ങൾ ഇന്ന് സാധാരണക്കാരനും പ്രാപ്യമാണ്. സകല സങ്കടങ്ങൾക്കും പരിഹാരം കാണുന്ന ജന്മനക്ഷത്ര കല്ലുകൾ ഇന്ന് വിപണിയിൽ സജീവമാണ്. കടന്നു ചെല്ലാം കല്ലുകളുടെ മായാക്കാഴ്ചകളിലേക്ക്. ജ്യോതിഷ പരിഹാരത്തിൽ യന്ത്രങ്ങൾ മാത്രമല്ലാണ്ട് മന്ത്രങ്ങളും യന്ത്രങ്ങളും കൂടിയുള്ള അത് മാത്രമില്ലാണ്ട് ഇപ്പോൾ നവരത്നങ്ങളായിട്ടും അവരവരുടെ ജാതകം അനുസരിച്ച് നവരത്നക്കൾക്ക് ധരിക്കാനുള്ളത് കാര്യങ്ങളൊക്കെ ഇപ്പോൾ എല്ലാവരും തുടങ്ങിയിരിക്കുകയാണ്. ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയിൽ മാറിക്കൊണ്ട് പോകുമ്പോൾ പഴയ കാലത്തിലൊക്കെ ആവശ്യമില്ല മാത്രമേ ഈ നവരത്നങ്ങൾക്ക് നമുക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കാലഘട്ടം മാറിപ്പോയത് എല്ലാവർക്കും ഏതെങ്കിലും ഒരു രൂപത്തിൽ ഏതെങ്കിലും ഒരു രീതിയിൽ പരിഹാരമായിട്ട് ഈ നവരത്ന കൽക്കൽ ധരിക്കാൻ തുടങ്ങിയതുകൊണ്ട് എന്തെങ്കിലും നല്ല മാറ്റങ്ങൾ വരുമോ എന്നൊരു തോന്നൽ കൂടുതലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഇപ്പോൾ ജ്യോതിഷം പറയുന്നവരും അതിനെ നമ്മൾ വളരെ ബിസിനസ്സായിട്ട് ചെയ്യാണ്ട് വളരെ ആവശ്യമുള്ളത് മാത്രം, അങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് മന്ത്രം ആവശ്യമുള്ളവർക്ക് മന്ത്രം മാത്രം പ്രയോഗിക്കുള്ള പറഞ്ഞു കൊടുക്കണം, യന്ത്രം ആവശ്യമുള്ളവർക്ക് യന്ത്രം മാത്രം പറഞ്ഞു കൊടുക്കണം, നവരത്നങ്ങൾ ആവശ്യമുള്ളവർക്ക് നവരത്നം മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. എല്ലാം കൂടി സങ്കല്പിച്ചിട്ട് എല്ലാം കൂടി ചെയ്യുമ്പോൾ ചിലപ്പോൾ ഗുണദോഷമായിട്ട് നമുക്കൊന്നും ശരിക്കും വിചാരിച്ച രീതിയിൽ അതിൻ്റെ റിസൾട്ടൊന്നും കിട്ടാറില്ല. നവരത്നങ്ങൾ പറയുമ്പോൾ ഓരോരോ ഗ്രഹത്തിനനുസരിച്ചുള്ള കല്ല് സ്റ്റോൺസ് നമ്മൾ പറയുമ്പോൾ ആ സ്റ്റോൺസിൻ്റെ വെയിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 ക്യാരറ്റ് 2 ക്യാരറ്റ് 3 ക്യാരറ്റ് എന്നൊക്കെ പറയുമ്പോൾ ജ്യോതിഷശാസ്ത്രത്തിൽ അവരുടെ ജാതകം പരിശോധിക്കാണ്ട് ഒരു കാരണവശവും വെറുതെ നമ്മൾ രാശി അനുസരിച്ചിട്ടോ ദശാഭുക്തി അനുസരിച്ചിട്ടോ ഏഴരശനി, അഷ്ടമശനി, അർത്ഥാഷ്ടമശനി, ഖണ്ഡകശനി പറഞ്ഞ അങ്ങനത്തുള്ള അടിസ്ഥാനത്തിൽ അപ്പോൾ ഉള്ള അവസ്ഥയ്ക്ക് മാത്രം ഏതെങ്കിലും ഒരു കല്ല് റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മൾ കൂടുതൽ ഒഴിവാക്കുന്നത് എല്ലാവർക്കും നല്ലതാണ്. ജ്യോതിഷം മാത്രം നോക്കുന്നവരല്ല, ജ്യോതിഷം അറിയാണ്ട് നമ്മൾ എത്രമാത്രം നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുന്നെന്നും ഇന്നത്തെ ജ്വല്ലേഴ്സ് മുതൽ കൊണ്ട് എല്ലാവർക്കും അത് നന്നായിട്ട് അറിഞ്ഞു വെച്ചിട്ടുണ്ട്. മിക്കവാറും ഒരു സോഫ്റ്റ്വെയറിനെ വെച്ചുകൊണ്ട് ഈ സ്റ്റോൺ റെക്കമെൻഡേഷൻ മിക്കവാറും ഷോപ്പിലും അല്ല മിക്കവാറും ആൾക്കാരും അതിനനുസരിച്ചിട്ട് അതിനെ അടിസ്ഥാനമായിട്ട് വെച്ചിട്ട് ഈ കല്ല് ധരിക്കുക എന്ന് പറയുമ്പോൾ അതിൽ വളരെ ബുദ്ധിമുട്ടുകൾ വരാൻ തുടങ്ങിയ കാലങ്ങളായി. അപ്പോൾ അതുകൊണ്ട് അതിലുള്ള വിശ്വാസം ആൾക്കാർക്ക് കുറയാൻ തുടങ്ങി. ശാസ്ത്ര രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യാണ്ട് ഇങ്ങനത്തുള്ള സോഫ്റ്റ്വെയർ അനുസരിച്ചിട്ടോ അല്ലെങ്കിൽ ജ്യോതിഷം നോക്കാണ്ട് പ്രോപ്പർ അസസ്മെൻറ്റ് ഇല്ലാണ്ട് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിൽ നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസ് കിട്ടാനുള്ള കൂടുതൽ സാധ്യതകളുണ്ട്. അപ്പോൾ ഈ ജെമോളജിനെ നമ്മൾ അടിപ്പടയായിട്ട് നോക്കുമ്പോൾ അടിസ്ഥാനമായിട്ട് വെച്ച് നോക്കുമ്പോൾ സൂര്യൻ്റെ റൂബി എന്ന് പറയുന്നതും ചന്ദ്രൻ്റെ മൂൺ സ്റ്റോൺ എന്ന് പറയാം, പേൾ എന്ന് പറയാം, ഇങ്ങനത്തുള്ള കല്ലൊക്കെ ധരിക്കുമ്പോൾ ആവശ്യമുള്ള ജാതകത്തിൽ ഡിഗ്രി അനുസരിച്ച് ആ ഗ്രഹസ്ഥിതി അനുസരിച്ച് ആ ഗ്രഹത്തിൻ്റെ ഡിഗ്രി അനുസരിച്ചുള്ള വെയിറ്റേജ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്തിട്ട് അതിന് 21 ദിവസം പൂജയൊക്കെ കഴിച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിന് ഡെഫിനറ്റായിട്ട് അതിൻ്റെ ഉള്ള ഗുണം നമുക്ക് കിട്ടും. അതല്ലാണ്ട് നമ്മൾ സോഫ്റ്റ്വെയർ അനുസരിച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്താ രാശി നമ്മളെ നോക്കിക്കൊണ്ടുപോയി ഏതെങ്കിലും ഒരു ജ്വല്ലറി ഷോപ്പിൽ കൊണ്ട് പർട്ടിക്കുലർ സ്റ്റോണിനെ വാങ്ങിയിട്ടത് കൊണ്ടോ നമുക്ക് ഈ ജെമോളജി വലിയ രീതിയിൽ നമുക്ക് ശാസ്ത്ര രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. ഇപ്പം ഇങ്ങനത്തുള്ള കാലഘട്ടത്തിൽ എത്രയോ ആൾക്കാർ വെറുതെ സംബന്ധമില്ലാതെ അവരുടെ ജാതകത്തിന് ഏതൊരു സംബന്ധമില്ലാതെ ഏതെങ്കിലും ഒരു കല്ലിനെ വാങ്ങിക്കൊണ്ട് ഇട്ടിട്ട് അത് ശരിയല്ല, അത് മാർക്കറ്റിൽ ശരിയല്ല, അത് ശരിയാണോ, എങ്ങനെയൊക്കെ കിട്ടും, ഏത് ജ്വല്ലറിയിൽ കിട്ടും എന്ന് വെറുതെ മാറ്റിക്കൊണ്ട് ഓരോരോ കൊല്ലം ഓരോരോ കല്ലിനെ മാറ്റിക്കൊണ്ട് വെറുതെ അത് ശാസ്ത്രം തെറ്റാണ് എന്ന് പറയുന്നത് വളരെ തെറ്റാണ്. അപ്പോൾ അങ്ങനത്തുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രം കണക്കിലാക്കാണ്ട് ആവശ്യമുള്ള കല്ല് നല്ലൊരു ജ്യോതിഷനെ സമീപിച്ച് നമുക്ക് എങ്ങനെ അത് വേണം, എത്ര കാലത്തിന് വേണം, എന്തുകൊണ്ടാണ് വേണമെന്ന് നന്നായിട്ട് മനസ്സിലാക്കിയ ശേഷം അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഡെഫിനറ്റായിട്ട് അത് നിങ്ങൾക്ക് ഗുണകരമായിട്ട് മാറും. വീട് എന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയും കുട്ടികളുമൊക്കെ അടങ്ങുന്ന ഒരിടം. ഇവിടെ സന്തോഷവും സമാധാനവും വേണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുക. എന്നാൽ ആ സന്തോഷത്തിനും സമാധാനത്തിനും ഒരു വിഘ്നം നേരിടുമ്പോഴാണ് നമ്മൾ ജ്യോതിഷത്തെയും അതിൻ്റെ ദോഷപരിഹാര മാർഗങ്ങളെയും കുറിച്ച് ആലോചിക്കുക. വാടകയ്ക്ക് വീടെടുത്താലും ഇപ്പോൾ വാസ്തുപരമായിട്ട് ആ വീടുണ്ടോ എന്ന് നോക്കുന്ന കാലമായി. അപ്പോൾ എന്ന് വെച്ചാൽ പഞ്ചഭൂതങ്ങളുടെ ശക്തി നമ്മുടെ ഗ്രഹസ്ഥലത്തിൽ എങ്ങനെയൊക്കെ അതിനെ കൊണ്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്ന് വാസ്തു നോക്കുന്ന കാലങ്ങളായി. വാസ്തു ഡെവലപ്മെൻ്റായിട്ട് വരുന്ന സിറ്റിയിൽ ഫ്ലാറ്റ്സ് മുഖാന്തരം പല സ്റ്റോറേജ് ബിൽഡിംഗ് ഒക്കെ വരുമ്പോൾ വാസ്തു എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വ്യക്തമായിട്ട് നമ്മുടെ ശില്പശാസ്ത്രം വാസ്തു പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടെങ്കിലും കൂടെ അതിനെ 100% നമ്മൾ പ്രാക്ടിക്കലായിട്ട് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുള്ള കൺഫ്യൂഷൻസ് ആർക്കിടെക്റ്റിനുമുണ്ട്, കൺസ്ട്രക്ഷൻ ചെയ്യുന്ന എഞ്ചിനീയേഴ്സിനുമുണ്ട്, നമ്മളെ മാറിയുള്ള ആൾക്കാർക്കുമുണ്ട്, ഈ നോക്കി വാസ്തു പറയുന്ന ആൾക്കാർക്കും ജ്യോതിഷം സംബന്ധപ്പെട്ട ഡീൽ ചെയ്യുന്ന എല്ലാവർക്കും ഇതുണ്ട്. എത്രമാത്രം നമ്മൾ സ്റ്റോറേജ് ബിൽഡിങ്ങിൽ ഈ വാസ്തുവിനെ കൊണ്ടുവരാൻ പറ്റും എന്ന് വെച്ചാൽ യൂട്ടിലിറ്റി പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ വാസ്തുവിനെ കൊണ്ടുവരുമ്പോൾ എല്ലാം
ഭംഗിയായിട്ട് എല്ലാം ശാസ്ത്ര അടിസ്ഥാനമായിട്ട് വരുമെന്ന് പറയാൻ പറ്റില്ല. ശാസ്ത്രങ്ങളെ കൊണ്ട് മുഴുക്കം നോക്കുമ്പോൾ ലാൻഡ്സ്കേപ്പിംഗ് മുതൽ കൊണ്ട് നമ്മൾ ഗ്രഹനിർമ്മാണം മുതൽ കൊണ്ട് വാസ്തുവിനെ അടിസ്ഥാനമായിട്ട് വെച്ച് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചില സമയത്തിൽ നമുക്ക് ശരിക്കും കിട്ടില്ല എന്നൊരു പരാതി പറയാറുണ്ട്. വാസ്തു കൺസൾട്ടൻറ്റിനെ കൊണ്ട് നോക്ക് ചെയ്താലും എത്രമാത്രം അതിൽ നമ്മൾ വാസ്തുവിൻ്റെ എല്ലാ ബേസിക് പ്രിൻസിപ്പിളും കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ സംശയമാണ്. 100% വാസ്തുവിൻ്റെ കട്ടിടങ്ങളോ ബിൽഡിംഗ് സ്റ്റോറേജ് ബിൽഡിങ്ങിലോ അപ്പാർട്ട്മെൻറ്റ്സിലോ നമുക്ക് വളരെ നമ്മൾ കൊണ്ടുവരാൻ പ്രയാസമാണ്. എന്ന് വെച്ചാൽ അത് പ്രാക്ടിക്കൽ യൂട്ടിലിറ്റിയിൽ അത്ര നമുക്ക് സാധ്യത അല്ല എന്ന വാസ്തവം. അങ്ങനെ ചെയ്യുമ്പോൾ അതൊന്നും നമുക്ക് വളരെ ഗുണകരമായിട്ട് കിട്ടില്ല എന്നും ഒരു വിശ്വാസം ഉണ്ട്. വാസ്തു ഈ പഞ്ചഭൂതങ്ങൾ നമ്മൾ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഏത് ചെറിയ 100 സ്ക്വയർ ഫീറ്റ് 200 സ്ക്വയർ ഫീറ്റ് ഉള്ള സ്ഥലമായാലും പഞ്ചഭൂതങ്ങളെ കൊണ്ടുവരാൻ പറ്റും. പഞ്ചഭൂതങ്ങളെ ഇതിനെ കൊണ്ടുവന്നിട്ട് നമ്മൾ അതിൽ അടിസ്ഥാനമായിട്ട് ചെയ്യുമ്പോൾ അതിൽ എല്ലാവിധമായ ശുഭകാര്യങ്ങളും നമ്മൾ ആ ഗ്രഹത്തിൽ കിട്ടാനുള്ള സാധ്യത വ്യക്തമായിട്ട് ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശരിക്കുമുള്ള കെട്ടിടത്തിൻ്റെ അളവ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. കെട്ടിടത്തിലുള്ള അളവിൻ്റെ കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അതേമാതിരി റൂം അറേഞ്ച്മെൻറ്റ്സ്, ഇപ്പോഴൊക്കെ ഫ്ലാറ്റ്സിലൊക്കെ റൂം അറേഞ്ച്മെൻറ്റ്സ് മിക്കവാറും 75% കൺസ്ട്രക്ഷൻ എഞ്ചിനീയേഴ്സും ആർക്കിടെക്റ്റിനും വാസ്തുവിനെക്കുറിച്ചുള്ള ബേസിക് നോളേജ് ഉള്ളവരായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഇല്ലെങ്കിൽ അതിനുള്ള അനുസരിച്ചുള്ള സോഫ്റ്റ്വെയറുകൾ എത്രയോ കിട്ടാറുണ്ട്. അപ്പോൾ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ചെയ്യാൻ പോണ മുമ്പേ അവർ വാസ്തുവിൻ്റെ ഒരു ബേസിക്കായിട്ടുള്ള പ്രിൻസിപ്പിൾസിനെ മിക്കവാറും അഡോപ്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യാറുണ്ട്. അതിൽ ചില കാര്യങ്ങളൊക്കെ ഒരു 10-15 ഫ്ലാറ്റുള്ള കാര്യങ്ങളിൽ 15 ഫ്ലാറ്റുള്ള കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ ഒന്നോ രണ്ടോ ഫ്ലാറ്റിലേക്ക് മാത്രമേ വാസ്തുവിൻ്റെ കാര്യങ്ങൾ പക്കവായിട്ട് 100% കിട്ടാനുള്ള സാധ്യതയുള്ളൂ. ബാക്കിയൊക്കെ പെർസെൻറ്റേജ് കുറഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. 75%, 80%. ചില ഫ്ലാറ്റിൽ ഈ 10-15 ഫ്ലാറ്റിൽ 1-2 കംപ്ലീറ്റ് ആയിട്ട് വാസ്തുവിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ വരാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ഒരു ഫ്ലാറ്റ് ബൾക്കായിട്ട് ഫ്ലാറ്റൊക്കെ വരുമ്പോൾ നമ്മളുടെ സെലക്ഷൻ ചോയ്സ് വന്നിട്ട് മിക്കവാറും മുൻകൂട്ടിയെ തീരുമാനിച്ചിട്ട് വാസ്തു പ്രകാരം നോക്കുമ്പോൾ നമ്മൾ വാസ്തുവായി കിട്ടുന്ന ഫ്ലാറ്റ് നമുക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. കംപ്ലീറ്റ് ബുക്കിംഗ് ഒക്കെ ആവുന്ന സ്റ്റേജിൽ മിക്കവാറും ഫ്ലാറ്റുകൾ ലെഫ്റ്റ് ഔട്ടായിട്ട് കിട്ടുന്നതൊന്നും വാസ്തു ചിലപ്പോൾ ഉണ്ടാവില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ അത് നോക്കുന്ന ആൾക്കാർ മിക്കവാറും ആൾക്കാർക്ക് ബേസിക്കലായിട്ടുള്ള വാസ്തുവിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള രീതിയിൽ ഇന്നത്തെ ടെക്നോളജി ഡെവലപ്മെൻറ്റ്സൊക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. വാസ്തു വെറും ഗ്രഹസ്ഥിതിയിൽ മാത്രമല്ല നമ്മൾ ചെയ്യുന്ന ഓരോരോ ഗ്രഹത്തിൽ മാത്രമല്ല ചെയ്യുന്ന എസ്റ്റാബ്ലിഷ്മെൻറ്റിലും ചെയ്യാൻ പറ്റും. ബിസിനസ് സംബന്ധിച്ചുള്ള കാര്യത്തിലും ഒരു ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, ഒരു എൻ്റർടൈൻമെൻറ്റ് സെൻറ്റർ ആയിക്കോട്ടെ, ചെറിയൊരു ഷോപ്പായാലും ആ പഞ്ചഭൂതങ്ങളുടെ സ്ഥലം ഒരു 100 സ്ക്വയർ ഫീറ്റിലുള്ള 10-10 ഇടത്തിലും കൂടെ സ്ഥലത്തിലും കൂടെ നമ്മൾ വാസ്തുവിനെ ഡെഫിനറ്റായിട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. വാസ്തു നോക്കാൻ പറ്റില്ല, വാസ്തുവിൻ്റെ പഞ്ചഭൂത സ്ഥലത്തിനൊന്നും നോക്കിയില്ല എന്നൊക്കെ പരാതിയുള്ളവരെ നല്ല ജ്യോതിഷനുള്ള വാസ്തു കൺസൾട്ടൻറ്റിനെ നിങ്ങൾ സമീപിച്ച് അതിനുള്ള ദോഷപരിഹാരമായിട്ട് വൈബ്രേഷൻസ് എന്ന് വെച്ചാൽ ശ്ലോകങ്ങൾ, മന്ത്രങ്ങൾ കിട്ടുന്ന ഈ CDs ഒക്കെ ഒന്ന് വാങ്ങിയിട്ടാൽ വാസ്തു സംബന്ധിച്ചുള്ള ചെറിയ ചെറിയ ദോഷങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ട് വാസ്തു ഇല്ലാത്ത വീട്ടിലിരിക്കുന്നു, അതുകൊണ്ട് നമുക്ക് എപ്പോഴും പ്രശ്നമാണ്, ഒന്നും ശരിയാവില്ല എന്ന് പറഞ്ഞ് പരാതിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അടുത്തുള്ള വാസ്തു കൺസൾട്ടൻറ്റിനെയോ അല്ലെങ്കിൽ ജ്യോതിഷനെയോ ഒന്ന് അനുസരിച്ച് നോക്കിയിട്ട് അവർ പറയുന്ന പരിഹാരങ്ങളെ ഒന്ന് നമ്മുടെ വീട്ടിൽ ഒന്ന് ഇംപ്ലിമെൻ്റ് ചെയ്യുക. വെച്ചാൽ CD, ലളിതാ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം, സൗന്ദര്യലഹരി ഇങ്ങനെ പറഞ്ഞ ചില ശ്ലോകങ്ങളൊക്കെ ഉണ്ട്. ആ ശ്ലോകങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ ദിവസം കാലത്തും വൈകുന്നേരം ഒക്കെ ചെയ്യുമ്പോൾ ആ ശ്ലോകത്തിന് വൈബ്രേഷനെ റിപ്പീറ്റായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വൈബ്രേഷൻ ആ സ്ഥലത്തിലുള്ള ദോഷങ്ങളെ എത്രയോ ശതമാനം അതിൽ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കുന്നതാണ് ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മിക്കവാറും വീട്ടിൽ മീഡിയയുടെയും ഇൻഫ്ലുവൻസ് കൂടുതലായിട്ടുള്ളതുകൊണ്ട് സന്ധ്യ നേരത്തിൽ വിളക്ക് കൊളുത്തുന്ന പരിപാടി ഇല്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവിടെയും. അപ്പോൾ നല്ല ദുർദേവതകൾ എത്രയും പെട്ടെന്ന് വീട്ടിൻ്റെ ഉള്ളിൽ ആകർഷിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മളെ ഉണ്ടാക്കി കൊടുത്തിട്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ. അപ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ദുർദേവതകൾ ഉള്ളിൽ വരുമ്പോൾ അതിനെ ഒന്ന് നമ്മൾ ശരിക്കുള്ള രീതിയിൽ പരിഹരിക്കണം പറഞ്ഞാൽ ഒന്ന് അവരവരായിട്ട് പൂജാകർമ്മങ്ങൾ നടത്തണം. അത് പറ്റാത്ത അവസ്ഥയിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ഇങ്ങനത്തുള്ള രീതിയിലുള്ള വീടുകളിൽ, വാസ്തു ശരിയില്ലാതെയുള്ള വീടുകളിൽ, വാസ്തു കുറ്റമുള്ള വീടുകളിൽ നമ്മൾ ഇങ്ങനത്തുള്ള ശ്ലോകങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറുതായിട്ടുള്ള പൂജകളോ
കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ഗണപതി ഹോമം കഴിക്കുക, ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് വളരെ പ്രയോജനമായിട്ടുണ്ടാകും. വലിയ ദോഷങ്ങളൊന്നും ഒരു നെഗറ്റീവ് എനർജി ഒന്നും വീട്ടിൻ്റെ ഉള്ളിൽ വളരെ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള സിറ്റുവേഷൻസ് കൊടുക്കാണ്ട് നമ്മൾ കൈകാര്യം ചെയ്യാൻ പറ്റും. അതിനുള്ള അവസ്ഥകളൊക്കെ നമ്മൾ വാസ്തു ഇല്ലാത്ത വീട്ടിൽ ഇത് വാസ്തു ഇല്ല, അതുകൊണ്ട് ഇവിടെ കല്യാണം കഴിക്കാൻ ഒന്നും ശരിയാവില്ല, കുട്ടികളുണ്ടാവില്ല, വീട് കെട്ടാൻ പറ്റില്ല, ഒരു ഡെവലപ്മെൻറ്റ്സും ഇവിടെ കിട്ടില്ല എന്ന് പറഞ്ഞവർ ആ ഫീലിങ്സ് ഉള്ള ആൾക്കാരൊക്കെ എത്രയും നിങ്ങൾ അതിനെയുള്ള ആൾക്കാരെ കൺസൾട്ടൻറ്റിനെയോ ജ്യോതിഷനെയോ അനുസരിച്ച് നോക്കിയിട്ട് അതിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വ്യക്തമാക്കിയിട്ട് എന്താ വാസ്തുദോഷം, എവിടെയാണ് ദോഷം കാണേണ്ടത്, നോർത്ത് ഈസ്റ്റിൽ കാണണോ സൗത്ത് വെസ്റ്റിൽ കാണണോ, ഇങ്ങനത്തുള്ള ദോഷങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് അതിനുള്ള പരിഹാരമായിട്ട് വെറുതെ കൺസ്ട്രക്ഷൻ ചെയ്ത് തന്നെ ഇടിച്ച് പൊളിച്ചിട്ട് മാറ്റണമെന്ന് ആവശ്യമേ ഇല്ലാത്ത രീതിയിൽ എത്ര എക്കണോമിക്കലായിട്ട് എന്ത് മന്ത്രം കൊണ്ടിട്ടോ യന്ത്രങ്ങൾ കൊണ്ടിട്ടോ അല്ലെങ്കിൽ പൂജാകർമ്മങ്ങൾ കൊണ്ടിട്ടോ കൊല്ലത്തിൽ എന്തെങ്കിലും ഹോമം ചെയ്യുന്നത് കൊണ്ടിട്ടോ ഈ വാസ്തുദോഷങ്ങളെ ഒരു പരിധി വരെ നമ്മൾ ഡെഫിനറ്റായിട്ട് മാറ്റാൻ കിട്ടുന്നതാണ് ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത്. കാലം എത്ര തന്നെ പുരോഗമിച്ചാലും ചില കാര്യങ്ങളിൽ പഴയ വിശ്വാസങ്ങളുടെ പ്രസക്തി മങ്ങുന്നില്ല. ജ്യോതിഷത്തിൻ്റെ കാര്യത്തിലായാലും ഇതുതന്നെയാണ് അവസ്ഥ. പലവിധ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നവർക്ക് ഒരു സമാധാന മേഖലയാണ് ജ്യോതിഷം. നമ്മൾ ഒരു കിച്ചണിൽ നിന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ ഓറിയൻറ്റേഷൻ മിക്കവാറും കിഴക്കോട്ടും വടക്കോട്ടും ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ ആ ഓറിയൻറ്റേഷൻ നമ്മുടെ തിങ്കിങ് വന്ന് കറക്റ്റായിട്ട് ഉണ്ടാകുന്ന വാസ്തു പറയുന്നത്. അപ്പോൾ ഈ ഓറിയൻറ്റേഷൻ എല്ലാ കാര്യത്തിലും വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മൾ ഏത് ദിക്ക് നോക്കിയിട്ട് എന്ത് പണി നമ്മൾ ചെയ്യണം, അപ്പോൾ അതിൻ്റെ ആ ഓറിയൻറ്റേഷൻ ആ മൈൻഡിൻ്റെ എനർജി നമ്മളെ കറക്റ്റായിട്ട് കൊണ്ടുപോകുമ്പോൾ ആ പ്രവൃത്തി വളരെ നന്നായിട്ട് വരുന്ന ശാസ്ത്രം പറയുന്നത്. അപ്പോൾ ഒരു ഇൻഡസ്ട്രീസിൽ ഏറ്റവും വലിയ നല്ല മിഷനൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ അവരുടെ ഡയറക്ഷൻ വന്നിട്ട് കിഴക്ക് നോക്കി ആ പണി ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും അവരുടെ ചെയ്യുന്ന പണി വളരെ നന്നായിട്ട് വരാനുള്ള എല്ലാ ഇതും ഉണ്ടാവും. അങ്ങനത്തെ മാത്രമേ അതിൽ കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഒരു ടൈലർ ഷോപ്പായാലും മിക്കവാറും തെക്ക് നോക്കിയിരുന്ന് ചെയ്യുന്ന പണികൾ അത്ര വൃത്തിയായിട്ട് വരില്ല എന്നാണ് ശാസ്ത്രം പറയണത്. ഈ ചില പണികൾക്ക് തെക്ക് നന്നായിരിക്കും, ചില പണികൾക്ക് വടക്ക് നന്നായിട്ട്. മിക്കവാറും പണികൾക്ക് എപ്പോഴും കിഴക്ക് നോക്കിയിട്ടും വടക്കോട്ട് നോക്കി ചെയ്യണം നല്ലതാണ്. ഇത് നിങ്ങളുടെ പ്രാക്ടിക്കൽ ലൈഫിൽ നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ ഒരു കുട്ടി പുസ്തകം വായിക്കുമ്പോൾ ഏത് ദിക്കിലിരുന്നാൽ നോക്കി വായിക്കണം നോക്ക്. എപ്പോഴും പടിഞ്ഞാറ് നോക്കി വായിക്കുന്നതിനെക്കാട്ടും കിഴക്കോട്ട് നോക്കി കുട്ടിക്ക് കോൺസെൻട്രേഷൻ കുറച്ച് കൂടുതലായിട്ടുണ്ടാവും. എപ്പോഴും ഓർമ്മ തെറ്റ് വരില്ല. ഇങ്ങനത്തെ ഉള്ള ഈ ഗ്രഹത്തിൽ മാത്രമല്ലാതെ വാസ്തു ഇൻഡസ്ട്രീസിലും ഹോസ്പിറ്റൽസിലും പ്രത്യേകം പറയണമെന്ന് വെച്ചാൽ എത്രയോ ഹോസ്പിറ്റൽസിൽ നിങ്ങൾക്ക് ഈ ICU പറയുന്ന ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് വാർഡ് വന്നിട്ട് പ്രധാനപ്പെട്ട പൊസിഷനിൽ ഇല്ലെങ്കിൽ അവിടെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ കൊണ്ടുപോകണ പേഷ്യൻ്റ് തിരിച്ച് വരാറേ ഇല്ല. അപ്പോൾ ഇത് ആയുസ്സോട് സംബന്ധിച്ചുള്ള കാര്യമായാലും ആയുസ് കുറവായിട്ടോ അല്ല ആയുസ് ഇല്ലാത്ത ആൾക്കാരോ ഡെഫിനറ്റായിട്ട് അങ്ങനത്തുള്ള ഹോസ്പിറ്റൽ നമുക്ക് എത്രയോ ഒരു പരിചയപ്പെട്ട ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ കൂടെ നമ്മുടെ മൈൻഡ് ആ നേരത്തിൽ ഇങ്ങനത്തുള്ള ദോഷം ചെയ്യുന്ന ഒരു ഇടത്തിൽ കൊണ്ടുപോയി നമ്മൾ ചേർക്കും. അപ്പോൾ ആ വ്യക്തി ആ പേഷ്യൻറ്റ് അവിടെ നിന്ന് നമുക്ക് വരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കും. സോ ഹോസ്പിറ്റൽസ് ഇൻ പേഷ്യൻ്റ് ഔട്ട് പേഷ്യൻ്റ് വന്ന് അവർക്ക് അസുഖം മാറിപ്പോകണം എന്നുണ്ടെങ്കിലും കൂടെ ഡോക്ടർ ഇരിക്കുന്ന ഓറിയൻറ്റേഷൻ, പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്യുന്ന സ്ഥലം, ICU എന്ന് പറഞ്ഞ കാര്യം, മുഖ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ വാസ്തുപ്രകാരം ഓറിയൻറ്റേഷൻ കറക്റ്റായിട്ട് ഉണ്ടെങ്കിൽ അവിടെ പ്രവൃത്തി നന്നായിട്ട് വരും, ചിന്ത നന്നായിട്ടുണ്ടാവും. ചിന്ത നന്നായിട്ട് വന്നാൽ പ്രവൃത്തി നന്നായിട്ട് വരും. പ്രവൃത്തി നന്നായിട്ടിരിക്കുമ്പോൾ റിസൾട്ട് കറക്റ്റായിട്ട് വരുന്ന ഇത് സത്യമായിട്ടുള്ളതാണ്, എല്ലാവർക്കും പൊറുന്നതാണ്. എന്ന് വെച്ചാൽ ഓരോരോ സ്ഥാപനത്തിൽ ഇപ്പോൾ ഒരു ബാങ്ക് നിങ്ങൾ ഓരോരോ കാര്യം ശ്രദ്ധിക്കാം. ചില ആൾക്കാർ അവർക്ക് ചീത്തയായിട്ടുള്ള കാര്യം ചെയ്യുമ്പോഴും അവരത് കറക്റ്റായിട്ട് ചെയ്യും. അപ്പോൾ ഈ വാസ്തു പറയണത് കംപ്ലീറ്റ് ഓറിയൻറ്റേഷൻ ഒരു പൂജ കഴിക്കുന്ന വ്യക്തി മുതൽ കൊണ്ട്. അപ്പോൾ അമ്പലത്തിലുള്ള ദൃഷ്ടി ചില അമ്പലങ്ങളിൽ നിന്ന് നോക്കിയിരിക്കാം. കിഴക്ക് അമ്പലങ്ങൾ പടിഞ്ഞാറ് ആ വിഗ്രഹം ഇരുന്ന് കിഴക്ക് നോക്കിയിരിക്കുമ്പോൾ അതിൻ്റെ ബലം കൂടുതലായിട്ട് കാണുന്നുണ്ട്. എത്രയോ വിഗ്രഹം ശരിയില്ലാത്ത പൊസിഷനിൽ ആ അമ്പലം ഫേമസ് ആവുന്നില്ല. ആ അമ്പലത്തിലൊന്നും വരുമാനം ചിലപ്പോൾ 3 കാല പൂജയ്ക്ക് അവിടുത്തെ വരുമാനം മതിയാവില്ല. അപ്പോൾ എന്താ വെച്ചാൽ എന്താ കാരണമൊക്കെ നമ്മൾ നോക്കുമ്പോൾ വിഗ്രഹത്തിൻ്റെ പൊസിഷൻ ആ അമ്പലത്തിൻ്റെ വാസ്തു ചിലപ്പോൾ ശരിയുണ്ടാവില്ല. ഇങ്ങനെയൊക്കെ എല്ലാ ദൈവങ്ങൾ സംഭവിക്കുന്ന സ്ഥലത്തിൽ ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യവും ഓറിയൻറ്റേഷനും വാസ്തുവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇൻഡസ്ട്രി ആയിക്കോട്ടെ, കമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആയിക്കോട്ടെ, ഒരു മാൾ ആയിക്കോട്ടെ, അതാത് പൊസിഷനിൽ ഒന്നൊന്നും ഉള്ളപ്പോൾ പ്രവൃത്തി രീതിയ മനുഷ്യൻ്റെ ചിന്ത പെർഫെക്റ്റായിട്ട് വരണം. വെച്ചാൽ അവൻ ചെയ്യുന്ന കാര്യങ്ങൾ പെർഫെക്റ്റായിട്ട് ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടും. ഈ നല്ല കാര്യമാണോ ചീത്തയായിട്ട് കാര്യമാണോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ ദോഷങ്ങളൊക്കെ പിന്നിൽ വരും, അത് വേറെ കാര്യം. ഇരുന്നാലും
നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ശരിക്കും വരണമെന്ന് വെച്ചാൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ചിന്ത ഡൈവേർഷൻ ഇല്ലാണ്ടിരിക്കണമെന്ന് വെച്ചാൽ ആദ്യം നിങ്ങളുടെ ഓറിയൻറ്റേഷൻ നന്നായിട്ടിരിക്കണം. നിങ്ങളുടെ ഓറിയൻറ്റേഷൻ നന്നായിട്ട് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ചിന്ത വരും. ചിന്ത വരുമ്പോൾ അതിനുള്ള റിസൾട്ട് കറക്റ്റായിട്ട് വരും. റിസൾട്ട് കംപ്ലീറ്റ് ആയിട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ എന്ത് വിജയിക്കണോ, എന്ത് ചെയ്യാൻ ഉദ്ദേശിച്ചോ അത് ശരിക്കുള്ള രീതിയിൽ നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് കിട്ടും. സോ ഇൻഡസ്ട്രിയലായി എല്ലാ സ്ഥലത്തിലും ഈ വാസ്തു അറിഞ്ഞോ അറിയാണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം കുട്ടികളെ പഠിക്കാൻ വരുത്തി നിൽക്കുന്ന ദിക്ക് മുതൽ കൊണ്ട് ഒരു വലിയ ഒരു പൊസിഷനിലുള്ള ഒരു ബാങ്ക് മാനേജർ ആയിക്കോട്ടെ, ഒരു സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ആയിക്കോട്ടെ, ഒരു ഡോക്ടർ ആയിക്കോട്ടെ, എല്ലാവർക്കും ഇത് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഒന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വ്യക്തി പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം. ആ വ്യക്തിക്ക് വന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ മിക്കവാറും ആൾക്കാർ എന്തുകൊണ്ടാണ് അവിടെ ചുവപ്പ് കളർ ഒന്ന് കൊടുത്തിരിക്കണം, പച്ച കളർ കൊടുത്തിരിക്കാം. എന്തുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിൽ ചുവപ്പ് കൊടുക്കണം, എന്തുകൊണ്ടാണ് അമ്പലത്തിൽ അങ്ങനത്തെ ഉള്ള ഒരു കളർ കൊടുക്കണം? എന്താ വെച്ചാൽ ഈ റെഡ് എന്ന് പറഞ്ഞാൽ ഒരു ഡേഞ്ചറസ് തിങ്. റെഡ് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു പേടി തോന്നും. കളർ കോമ്പിനേഷൻ കൂടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് ശാസ്ത്രം കൊടുത്തിട്ടുണ്ട്. ഏത് പോലീസ് സ്റ്റേഷനിൽ മഞ്ഞ കളറോ പച്ച കളറോ ഉണ്ടാവില്ല. പോലീസ് സ്റ്റേഷൻ ഒരു ഫിയർസം. അപ്പോൾ ഈ റെഡ് എന്ന് പറയുമ്പോൾ ഒരു ഫിയർസം. അങ്ങനെ അതുകൊണ്ടാണ് ഈ കളറിൻ്റെ കാര്യങ്ങളും ഈ വാസ്തുവിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ, പിന്നെ ഈ സംഖ്യാശാസ്ത്രം എല്ലാം കൂടി നോക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിനും കോൺസെപ്റ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ വളരെ ഡിപ്രസ്ഡ് സ്റ്റേറ്റിലിരിക്കുമ്പോൾ നമുക്ക് സ്കൈനെ നോക്കിയിരിക്കുമ്പോൾ ഒരു മനസ്സമാധാനം കിട്ടണം. അല്ലെങ്കിൽ ഒരു ബീച്ച് ഇങ്ങനത്തെ ഒരു അവിടെ പോകുമ്പോൾ നമുക്കൊരു മനസ്സമാധാനം കിട്ടുമെന്ന് വെച്ചാൽ അതിൻ്റെ കോമ്പിനേഷൻ നമ്മുടെ മൂഡ് വന്നിട്ട് നമ്മളെ ശരിക്കുള്ള രീതിയിൽ കൊണ്ടുപോകും. എത്ര ദേഷ്യം ഉണ്ടെങ്കിലും കൂടെ നമുക്ക് ചെറുതായിട്ടുള്ള മ്യൂസിക് നമുക്ക് മനസ്സിൽ കേൾക്കുമ്പോൾ ആ ദേഷ്യം കുറഞ്ഞു പോകും. ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ എന്താ വെച്ചാൽ ഇതൊക്കെ സൂക്ഷ്മമാണ്. സൂക്ഷ്മം പറയുമ്പോൾ നമുക്ക് സാധാരണയുള്ള രീതിയിൽ എല്ലാ മനുഷ്യന്മാർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ പറഞ്ഞു തരാനുള്ള ഗുരുക്കന്മാരും അല്ല നമ്മുടെ വീട്ടിലുള്ള സീനിയേഴ്സായിട്ടുള്ള നമ്മുടെ വയസ്സായ മുത്തശ്ശിമാരൊക്കെ അവർക്കൊക്കെ ഇതൊക്കെ മുമ്പൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ശരിക്കുമുള്ള കാര്യങ്ങളെ വെച്ച് നമുക്ക് പ്രവൃത്തി രീതിയിൽ എങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണം ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങനെയല്ല. ഇപ്പോൾ ആംബുലൻസ് സൗണ്ട് എപ്പോഴും ടി വിയിലുള്ള വൈബ്രേഷൻസ് വോള്യൂമായിട്ട് വെച്ചിട്ട് ടി വിയിലുള്ള സൗണ്ട് ഇതൊക്കെ നമ്മളെ ഇതാകും. അതുകൊണ്ട് എല്ലാം ശ്രദ്ധിച്ച് ചെയ്യുമ്പോൾ നന്നായിട്ട് വരും. കളറും വാസ്തുവും തമ്മിൽ ചെറുതായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. ഇപ്പോൾ മിക്കവാറും ഫ്ലാറ്റ്സിലൊക്കെ ഇൻഡിവിജ്വൽ ഹൗസിലൊക്കെ കളറിൻ്റെ കോമ്പിനേഷൻ വളരെ ഡാർക്ക് കളേഴ്സായിട്ട് അവർ അതിൽ ചെയ്യുന്നത്. അത് വാസ്തു ഇത്ര പ്രത്യേകമായിട്ട് ഡാർക്ക് കളേഴ്സ് ഒന്നും ശാസ്ത്രത്തിലൊന്നും വലുതായിട്ട് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ അവരവരുടെ ആഗ്രഹം കൊണ്ട് വളരെ ഡാർക്കായിട്ടുള്ള ഗ്രീൻ കളേഴ്സ്, ഡാർക്ക് റെഡ് ആയിട്ടുള്ള കളേഴ്സ്, ഡാർക്ക് യെല്ലോ ആയിട്ടുള്ള കളേഴ്സ് അവരവരായിട്ട് ചെയ്യുന്നതാണ്. വാസ്തു അതിനെക്കുറിച്ചിട്ട് ഇങ്ങനത്തുള്ള കളറിനൊന്നും പറഞ്ഞിട്ടില്ല. ശീതോഷ്ണ ക്ലൈമാറ്റിക് കണ്ടീഷൻ അനുസരിച്ചുള്ള ഈ പെയിൻസൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇവിടെ മാത്രമുള്ള വാസ്തു, ഇപ്പോൾ ഇന്ത്യയിൽ മാത്രം നമ്മൾ നോക്കുമ്പോൾ ശീതോഷ്ണം കൂടുതലായിട്ട് എന്ന് വെച്ചാൽ ഈ ഹീറ്റ് കൂടുതലായിട്ടുള്ള സ്ഥലത്തിൽ ഇങ്ങനത്തെ ഡാർക്ക് കളേഴ്സ് അധികം ഉപയോഗിക്കാൻ പാടില്ല എന്ന് ശാസ്ത്രജ്ഞരായിട്ട് പറയുന്നത്. എന്താ വെച്ചാൽ അതിൽ നേച്ചുറലായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ ഗ്രഹത്തിലോ അല്ലെങ്കിൽ കമേഴ്ഷ്യലായിട്ടുള്ള ഇൻമേറ്റ്സിനൊക്കെ വളരെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കാണുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഡാർക്ക് കളേഴ്സിന് മാക്സിമം നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നത് നല്ലതാണ്. അത് വയലറ്റ് ആയിക്കോട്ടെ, ഗ്രീൻ ആയിക്കോട്ടെ. സോ മിക്കവാറും സോഫ്റ്റ് കളേഴ്സിനെ ഔട്ടർ പെയിൻറ്റിൽ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഡാർക്ക് കളേഴ്സ് പോകുമ്പോൾ അതിനായിട്ടുള്ള ക്ലൈമാറ്റിക് കണ്ടീഷൻ അനുസരിച്ചുള്ള രീതിയിൽ അതിനുള്ള പ്രോസ് ആൻഡ് കോൺസ് അതിലുള്ള അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും കിട്ടുന്നതാണ് ശാസ്ത്രരീതിയായിട്ട് പറയുന്നത്. സോ കളേഴ്സും വാസ്തുവും തമ്മിൽ ബന്ധമുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ വാസ്തു ഇങ്ങനത്തുള്ള രീതിയിൽ മൈൻഡിൻ്റെ ഓറിയൻറ്റേഷൻ എങ്ങനെ വരുന്നു വെച്ചാൽ വാസ്തു പെർഫെക്റ്റായിട്ടുള്ള സ്ഥലത്തിൽ പഞ്ചഭൂതങ്ങളുടെ ഇമ്പോർട്ടൻസ് കൂടുതലായിട്ടും പഞ്ചഭൂതങ്ങൾ ശരിയായിട്ടും ഇത് കാറ്റ് മാത്രം കൂടുതലായിട്ട് വന്നിട്ട് കാര്യമില്ല, വെളിച്ചം മാത്രം കൂടുതലായിട്ടിരുന്ന കാര്യമില്ല. ഈക്വലി ബാലൻസ്ഡ് ആയിട്ട് പഞ്ചഭൂതൻ്റെ എനർജി ശരിക്കും ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നമ്മൾക്ക് വാസ്തു കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആ പഞ്ചഭൂതങ്ങളുടെ എനർജി വളരെ പെർഫെക്റ്റായിട്ട് വളരെ ഓറിയൻറ്റേഷനായിട്ട് കിട്ടുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ളിൽ ആ ഗ്രഹനാഥനായാലും ശരി, ഗ്രഹത്തിൽ ഉള്ളവരായാലും ശരി, അല്ലെങ്കിൽ കമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാരായാലും ശരി, ഇൻഡസ്ട്രിയൽ ജോലി ചെയ്യുന്ന ലേബേഴ്സ് ആയാലും ശരി, അവരുടെ മനസ്സ് ശാന്തമായിട്ടും കാര്യത്തിനെ കറക്റ്റായിട്ട് ചെയ്യാനുള്ള ഇത് കിട്ടുള്ളൂ. അപ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ മാത്രമല്ല, ഗ്രഹം മാത്രമല്ല, വെളിയിലായിക്കോട്ടെ ഈ കളർ കോമ്പിനേഷനും വാസ്തുവും തമ്മിൽ വളരെ വളരെ പ്രധാനമായിട്ടുള്ള ഇമ്പോർട്ടൻസിനെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനുള്ള രീതിയിൽ ചെയ്യണം. ഒരു പർട്ടിക്കുലർ ആളുടെ ലക്കി കളറിനെ വെച്ചിട്ടുള്ള വാസ്തു ഡിസൈഡ് ചെയ്തിട്ട് അവരുടെ പേരിൽ വീടുണ്ടെന്ന് വെച്ചാൽ അവരുടെ പേരിൽ വീടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ
അവർക്ക് ഏറ്റവും വളരെ ഉചിതമായുള്ള കളർ നമ്മൾ ബിൽഡിങ്ങിൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ തെറ്റാன അഭിപ്രായമാണ്. വാസ്തുവിന് ഉള്ളായിട്ടുള്ള കോമ്പിനേഷനുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റില്ല. അവർക്ക് ലക്കി കളർ ഗ്രീനാണെന്ന് വെച്ചാൽ വീട് മുഴുവൻ ഗ്രീനായി കംപ്ലീറ്റ് ആയിട്ട് ഔട്ടറിൽ കൊടുക്കുന്നത് വളരെ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. ശീതോഷ്ണം മെയിനായിട്ട് കളർ കോമ്പിനേഷൻ കൊടുക്കുമ്പോൾ അവിടുത്തെ ടെമ്പറേച്ചറിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം. വാസ്തു ക്ലീനായിട്ട് പറയണത് ശാസ്ത്ര രീതിയിലുള്ളത് മാത്രമേ, പഞ്ചഭൂതങ്ങളുടെ എനർജി നമ്മൾ പ്രത്യേകമായിട്ട് കൊണ്ടുവരണം പറഞ്ഞാൽ അതിനുള്ള എല്ലാ സങ്കല്പങ്ങളും ഒരുമിച്ച് വരുമ്പോൾ മാത്രമേ വാസ്തു കംപ്ലീറ്റ് ആയിട്ട് ഫുൾഫിൽ ആകുള്ളൂ എന്ന വിശ്വാസം. ശാസ്ത്രങ്ങളുടെ റാണിയാണ് ഗണിതം. ഭാരതമായിരുന്നു ഒരു കാലത്ത് ഗണിത വിജ്ഞാനത്തിന്റെ അവസാന വാക്ക്. ജ്യോതിഷവും ജ്യോമിതിയും ഒരേപോലെ അവ കണക്കുകൂട്ടിയെടുത്തു. സംഖ്യയ്ക്ക് മനുഷ്യജീവിതത്തിൽ നിർണായക സ്വാധീനമുണ്ടെന്ന് അവ വിധിച്ചു. സംഖ്യകളുടെ മനനം ഭാവിയിലേക്കുള്ള ചൂണ്ടുപലകയത്രേ. ഇംഗ്ലീഷിൽ പേര് കൊടുക്കണം പറയുമ്പോൾ അത് സംഖ്യാശാസ്ത്രം ന്യൂമറോളജി അനുസരിച്ചിട്ട് പേര് വയ്ക്കുന്നതാണ് വളരെ പ്രധാനമായിട്ട് എല്ലാവരും ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത കാലത്ത് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിറയെ പേർ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് കുട്ടികളുടെ പേര് മാത്രമല്ല, കുട്ടികളുടെ പേര് A to Z വയ്ക്കുമ്പോൾ നമ്മൾ അതിനടിസ്ഥാനമായിട്ടുള്ള ഗ്രഹസ്ഥിതിയും ഒന്ന് നോക്കി ചെയ്യുമ്പോൾ ഇനിയും ഏതേത് പ്ലാനറ്റിൻ്റെ പൊസിഷണൽ സ്ട്രെങ്ത് നന്നായിട്ടുണ്ടോ അതിനെ അടിസ്ഥാനം വെച്ചിട്ട് പേര് വയ്ക്കുമ്പോൾ ഈ സംഖ്യാശാസ്ത്രം വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് അനുഭവത്തിൽ കാണുന്നത്. ഏത് ജനിച്ച സംഖ്യാശാസ്ത്രത്തിൽ ജനന തീയതി എന്ന് വെച്ചാൽ ഇപ്പോൾ 5-ാം തീയതി ഒരു ജനിച്ച ആൾക്കാരെ വെച്ചാൽ അത് ക്യാരക്ടേഴ്സിനെ റിപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. പിന്നെ മാസം, ആഗസ്റ്റ് മാസം, കൊല്ലം, വർഷം, ഈ മൂന്നും ആഡ് ചെയ്തിട്ട് ടോട്ടലായിട്ട് ആഡ് ചെയ്ത് വരുമ്പോൾ തീയതി, മാസം, വരണം, ഡേറ്റ്, മന്ത്, ഇയർ, ഇത് മൂന്നും കൂടിയിട്ട് ടോട്ടൽ ചെയ്ത് വരുന്ന ഒരു സംഖ്യ. പിന്നെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ സംഖ്യ. ഈ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ വരുന്ന സംഖ്യ പൊതുവെ ക്യാരക്ടറിനെ റിപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. ടോട്ടൽ സംഖ്യ വന്നിട്ട് പൊതുവെ നമ്മുടെ ഫ്യൂച്ചർ എങ്ങനെയാണുണ്ടാവും, വിധിസംഖ്യ എന്ന് പറയാം. ജന്മസംഖ്യ, വിധിസംഖ്യ. ഇപ്പം ഇതിനെ യോജിച്ചതായിട്ടുള്ള പേര് നമുക്ക് കിട്ടുമ്പോൾ, പേര് നമ്മൾ വയ്ക്കുമ്പോൾ അത് അവരുടെ ലൈഫ് കൂടുതലായിട്ട് നന്നായിട്ട് വരുന്ന ശാസ്ത്രം പറയണത്. ചിലപ്പോൾ ഈ ജനനസംഖ്യ നമ്മൾ ആരെ കൊണ്ടും മാറ്റാൻ പറ്റില്ല. ഇന്ന തീയതിയിൽ ജനനം നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതേമാതിരി വിധിസംഖ്യ നമ്മളൊന്നും മാറ്റാൻ പറ്റില്ല. ബട്ട് പേര് വയ്ക്കുന്നത് നമ്മളായിട്ട് നമ്മുടെ ചോയ്സാണ്. ഇപ്പം നമ്മുടെ ചോയ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ജനനസംഖ്യയ്ക്ക് അനുസരിച്ച് എന്ന് വെച്ചാൽ ജനനസംഖ്യ വിധിസംഖ്യയ്ക്ക് അനുസരിച്ചുള്ള പേരിനെ ഒരു ഹാർമോണിയസ് സെറ്റിങ്ങിലുള്ള പേരിനെ നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ വയ്ക്കുമ്പോൾ അതിൽ കൂടുതൽ നമുക്ക് വളരെ നല്ലത് കാണണമെന്ന് ഈ ശാസ്ത്രം, സംഖ്യാശാസ്ത്രം പൊതുവേ പറയണത്. അപ്പോൾ ഈ ജനന തീയതി നമ്മൾ മാറ്റാൻ പറ്റാത്ത അവസ്ഥ, ഈ വിധിസംഖ്യ നമ്മൾ മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഈ ജനനസംഖ്യയ്ക്കും വിധിസംഖ്യയ്ക്കും ഹാർമോണിയസ് ആയിട്ടുള്ള പേര് വയ്ക്കുമ്പോൾ അവരുടെ ലൈഫ് ജീവിതത്തിൽ ഓരോ ആ പർട്ടിക്കുലർ ഏജ് കഴിയുമ്പോൾ എല്ലാ കാര്യത്തിലും നന്നായിട്ട് മേന്മയായിട്ട് പോകാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നതുകൊണ്ടാണ് ഇപ്പോൾ ജനിക്കുന്ന കുട്ടികൾക്ക്, മിക്കവാറും കുട്ടികൾക്ക് വന്നിട്ട് ഏത് മതത്തിലായാലും ഇങ്ങനത്തുള്ള പേര് ഇംഗ്ലീഷിനെ വെച്ച് പേര് വയ്ക്കുമ്പോൾ ഈ ന്യൂമറോളജി നോക്കിയിട്ട് പേര് വയ്ക്കുന്നത് വളരെ കൂടുതലായിട്ട് കാണാറുണ്ട്. അത് വയ്ക്കുന്നത് നല്ലതാണ്. നമ്മുടെ ഹിന്ദുസിലുള്ള പേര് മാത്രമല്ലാണ്ട് ആർ പേര് വയ്ക്കുമ്പോഴും എല്ലാം നന്നായിട്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. വാസ്തുവിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും എത്താം. എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. ഇന്നലത്തെ ചരിത്രം മയങ്ങുന്ന മണ്ണിലൂടെ കുതിച്ചു പാഞ്ഞിടവേ മന്ത്രമായൂര പിഞ്ചികാചാലന തന്ത്രമല്ലതിൻ സംസ്കാരമണ്ഡലം.